22 വരെയാണോ കഴിഞ്ഞ ആവശ്യത്തിൽ? അതെ സാറേ, 22 വരെ എടുത്തു. നീ 23 അത് വേണം. അതെ. 23. അതെ. സപ്തമസ്കന്ധം 9-ാം അധ്യായം 23. ദൃഷ്ടാമയാദിവിഭോഖിലധിഷ്ണ്യപാനം ആയുശ്രയോ വിഭവൈച്ഛദിയഞ്ജനോയം ഏഫ്മത്പിതു കുപിതഹാസവിജൃംഭിതഭ്രൂ വിസ്ഫൂർജിതേന ലുളിത സതുതേ നിരസ്ത. ദൃഷ്ടാമയ തിരിച്ചിട്ടു മയാദൃഷ്ട എന്നാൽ കാണപ്പെട്ടു. മയാദൃഷ്ട എന്നാൽ കാണപ്പെട്ടു. ദിവി ആകാശത്തിൽ, സ്വർഗലോകത്ത്. ദിവി ദൃഷ്ടാമയ ദിവി മയ ദിവി ദൃഷ്ടാഹ എന്നാൽ ദ്യുലോകത്ത് കാണപ്പെട്ടു. വിഭോ സംബോധനയാണ്. അഖില ധിഷ്ണ്യപാനാം എല്ലാ ദിക്കിനെയും രക്ഷിക്കുന്നവരുടെ, ധിഷ്ണി എന്ന് വെച്ചാൽ ദിക്ക്, ധിഷ്ണ്യപന്മാർ ദിക്കിനെ പാലിക്കുന്നവർ, ദിക്പാലകന്മാർ. അഖില ധിഷ്ണ്യപാനാം എല്ലാ ദിക്പാലകന്മാരുടെയും, ധിഷ്ണി ദിക്ക്, ധിഷ്ണ്യപൻ ദിക്കിനെ പാലിക്കുന്നവൻ. ധിഷ്ണ്യപ ശബ്ദത്തിന്റെ ഷഷ്ടി ബഹുജനമാണ് ധിഷ്ണ്യപാനാം, രാമാനാം പോലെ, വനാനാം പോലെ. അഖില ധിഷ്ണ്യപാനാം എല്ലാ ദിക്പാലകന്മാരുടെയും, ധിഷ്ണ്യപാനാം പിന്നെ മായില്ല, അനുസ്വാരമായിട്ട് പോയി. ആയുഹു ശ്രിയോ വിഭവ ഇച്ഛതി യാൻ ജനോ അയം. ആയുസ്, ശ്രീ ഐശ്വര്യം, വിഭവങ്ങൾ ഭൗതികമായ സമസ്ത വിഭവങ്ങളും, ഇച്ഛതി ആഗ്രഹിക്കുന്നു, യാൻ യാവകളെ യാതൊന്നിനെയാണോ ആഗ്രഹിക്കുന്നത്. ജനോ അയം, അയം ജനഹ ഈ ജനം, ഈ ഉള്ളവർ എന്നർത്ഥം. ഈ ഉള്ളവൻ കാണപ്പെട്ടിരിക്കുന്നു എല്ലാ ദിക്പാലകന്മാരുടെയും ആയുസ്സും ശ്രീയും വിഭവങ്ങളും ഒക്കെ. ഹേ വിഭോ അയം ജനഃ യാൻ ഇച്ഛതി ഈ ഉള്ളവൻ യാതൊന്നാണോ ആഗ്രഹിക്കുന്നത്. ദിവി സ്വർഗത്തിലുള്ള അഖിലധിഷ്ണ്യപാനാം ആയുഹു ശ്രിയഃ വിഭവഃ മയാദിഷ്ടഃ സ്വർഗലോകത്തിലുള്ള എല്ലാ ദിക്പാലകന്മാരുടെയും ആയുസ്സും ഐശ്വര്യവും വിഭവവും അവര് ആഗ്രഹിച്ചത് യാതൊന്നാണോ അതൊക്കെ ഞാൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാമനകളാണ് ദിക്പാലന്മാർ ആഗ്രഹിച്ച് ഉണ്ടാക്കി വെച്ചത്. അതൊക്കെ ഏ യാവകളാണോ അവകൾ, അസ്മത് പിതുഹു ഞങ്ങളുടെ പിതാവിന്റെ, അസ്മത് പിതുഹു എന്റെ പിതാവിന്റെ, കുപിത ഹാസ വിജൃംഭിത ഭ്രൂവിസ്ഫുർജിതേന ലുളിതാഹ കുപിതനായ ഹാസം പൊട്ടിച്ചിരികൾ. കുപിതഹാസം എന്ന് വെച്ചാൽ കോപിച്ചിരിക്കലിന്റെ പേരാണ് പൊട്ടിച്ചിരിക്കൽ. അതുകൊണ്ട് വിജൃംഭിതമായ വളഞ്ഞ ഭ്രൂക്കൾ, പുരികങ്ങൾ. വിജൃംഭിത ഭ്രൂഹു വളഞ്ഞ പുരികങ്ങൾ. അതിന്റെ വിസ്ഫൂർജിതേന അതിന്റെ വിസ്ഫൂർജനം കൊണ്ട്, അതിന്റെ ചലനം കൊണ്ട്, അതിന്റെ ഇളക്കം കൊണ്ട് ലുളിതാഹ നശിപ്പിക്കപ്പെട്ടു. ലുളിതാഹ നശിക്കപ്പെട്ടു. ഈ ദിക്പാലകന്മാർക്കുണ്ടായ ഐശ്വര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോ കണ്ടു. ഇന്ദ്രൻ
അഗ്നി, യമൻ, വരുണൻ, വായു എന്നുള്ള എല്ലാ ദിക്പാലകന്മാർക്കും യാതൊരു ഐശ്വര്യമോ, ഇവരെവിടെയുള്ളവരാണ്? സ്വർഗത്തിലുള്ളവരാണ്. എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ ഇവർക്ക് സാധിക്കാൻ പറ്റും സ്വർഗമായത്. സകല കാമനകളെയും സാധിച്ച് ആയുസ്സും ഐശ്വര്യവും സമ്പത്തും വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചത് എന്റെ പിതാവിന്റെ ഒരു കോപിച്ച നോട്ടം കൊണ്ട് നഷ്ടപ്പെട്ടു പോയില്ലേ? ഞാൻ കണ്ടത്. എന്റെ പിതാവ് അഷ്ടദിക്പാലകന്മാരെയും ഒന്ന് നോക്കിയതേ ഉള്ളൂ. അവരുടെ സ്ഥാനത്തുനിന്ന് അവരൊക്കെ ഒളിച്ചുപോയി. എന്തിയാ അവരുടെ ശ്രീ? അവരുടെ ആയുസ് എവിടെയാണ്? അച്ഛന്റെ കയ്യിലായിരുന്നു. വിഭവങ്ങൾ എവിടെയാണ്? ഒക്കെ നഷ്ടപ്പെടുത്തിയില്ലേ? അതൊക്കെ എന്റെ പിതാവിന്റെ ഒറ്റ നോട്ടം കൊണ്ടില്ലാണ്ടാക്കിയില്ലേ? അസ്മത് പിതുഹു കുപിതഹാസ വിജൃംഭിത ഭ്രൂവിസ്ഫുർജിതേന ലുളിതാഹ. ഞങ്ങളുടെ പിതാവിന്റെ കുപിതമായ ഹാസം കൊണ്ടും വളഞ്ഞ പുരികക്കൊടി കൊണ്ടുള്ള ഒരൊറ്റ നോട്ടം കൊണ്ട് ലുളിതാഹ ഒക്കെ നശിപ്പിച്ചില്ലേ? ഇന്ദ്രനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? യമനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വായു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരുടെ സമസ്ത വിഭവങ്ങളും അവരുടെ സമസ്ത ഐശ്വര്യങ്ങളും അവരുടെ ആയുസ് പോലും അസ്മത് പിതുഹു എന്റെ പിതാവിന്റെ കോപിച്ച ഒരു ചിരി കൊണ്ട്, പുരികങ്ങൾ വളച്ച ഒരു കോപം കൊണ്ട് നശിപ്പിക്കപ്പെട്ടില്ലേ? പിന്നാട്ടെ നമ്മുടെ ഐശ്വര്യം. അഷ്ടദിക്പാലന്മാരുടെ ഐശ്വര്യത്തെ പോലും എന്റെ പിതാവ് നശിപ്പിച്ചു കളഞ്ഞില്ലേ? ആര് നശിപ്പിച്ചാലും ഇത് സ്ഥിരമല്ല എന്ന് ഉറപ്പായിരുന്നു. എന്റെ പിതാവ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും. ഒരു ഐശ്വര്യവും ഒരായുസ്സും ഒരു വിഭവങ്ങളും സ്ഥിരമല്ല എന്നുറപ്പാണ്. അങ്ങനെ നശിപ്പിക്കപ്പെട്ട ആ പിതാവിനെ സതു തേ നിരസ്ത, ആ പിതാവിനെ അങ്ങില്ലാണ്ടാക്കിയില്ലേ? നോക്കൂ, അഷ്ടദിക്പാലകന്മാർ സ്വർഗവാസികളാണ്. 8 ദിക്കിനെ അടക്കി അധിപതികളായിട്ട് വാഴുന്നവരാണ്. ഐശ്വര്യത്തിനും ശ്രീക്കും വിഭവത്തിനും ഒരു കുറവില്ലാത്തവരാണ്. എന്റെ പിതാവിന്റെ ഒരു നോട്ടം കൊണ്ട് അവരുടെ സ്ഥാനമൊക്കെ തെറിപ്പിച്ച് സമ്പത്തും കളഞ്ഞ് അവരെ മാറ്റിയില്ലേ? ആ പിതാവിനെ അങ്ങിപ്പം നിഗ്രഹിച്ചു കളഞ്ഞല്ലേ? അപ്പൊ ഇവിടെ ആർക്കാ ഐശ്വര്യം എന്ന് വെച്ച്? ഇങ്ങനെയുള്ള എന്റെ പിതാവിനെ സഹ തൂ അവനാകട്ടെ തേ അങ്ങയാൽ നിരസ്ത അസ്തമിപ്പിക്കപ്പെട്ടു, നിരസിക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. അപ്പൊ പിന്നെ ഇവിടെ എന്താ സ്ഥിരമായിട്ടുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ട് എന്ന് കണ്ടാൽ അതിനെ മറ്റാരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ നശിപ്പിക്കുന്നവനെ അങ്ങ് നശിപ്പിക്കുക തന്നെ ചെയ്യും. അതല്ലേ ഇപ്പൊ കണ്ടത്? എന്റെ പിതാവിനെ അങ്ങ് നശിപ്പിച്ചില്ലേ? എന്റെ പിതാവ് അഷ്ടദിക്പാലന്മാരുടെ ഐശ്വര്യത്തെയും അപഹരിച്ച് മോദിച്ച് അടിച്ചു പൊളിച്ച് സന്തോഷമാണ് ജീവിക്കുന്നത്. അവരെ പേടിച്ച് ദിക്പാലകന്മാർക്ക് ഓടി ഒളിച്ചു വീടെങ്കിലും ഒക്കെ ആയുസ് മാത്രമേ ഉള്ളൂ, ഇനി ബാക്കിയെല്ലാം പോയി. പക്ഷെ അങ്ങനെയുള്ള എന്റെ പിതാവിനെ അങ്ങ് നിഷ്പ്രയാസം കൊന്നു കളഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ആർക്കാണ് ആയുസിന്റെ സ്ഥിരത? ആർക്കാണ് ശ്രീയുടെ സ്ഥിരത? ആർക്കാണ് വിഭവങ്ങളുടെ സ്ഥിരത? ഇതാർക്കും ഇല്ല. ഒരാൾ മറ്റൊരാളുടെ ഐശ്വര്യത്തെ ഇല്ലാണ്ടാക്കിയാൽ ഇയാളുടെ ഐശ്വര്യം ഇല്ലാണ്ടാവും. ആരാ? അതൊക്കെ അങ്ങ് ചെയ്തോളൂ. അത് അങ്ങയുടെ കടമയാണ്. ഈ ലോകത്തിൽ അങ്ങനെയാണ് എല്ലാം. ഒന്നും സ്ഥിരമല്ല, ഒന്നും ശാശ്വതമല്ല. ഞാൻ അത് കണ്ടു എന്നാണ് പറയുന്നത്. മയാ ദൃഷ്ട, എന്നാൽ കാണപ്പെട്ടു ഇതെല്ലാം. ഇതൊക്കെ സാക്ഷിയാണ് ഞാൻ. അച്ഛന്റെ സകല ദുഷ്പ്രവൃത്തികളും കണ്ടു, സാക്ഷിയാണ്. ആ അച്ഛനെ അങ്ങിപ്പോൾ എന്റെ മുമ്പിൽ വെച്ച് നിഗ്രഹിച്ചു, അതിന് ഞാൻ സാക്ഷിയാണ്. നോക്കൂ, ഈ ലോകപാലന്മാരുടെ പദവി പോലും എത്രയോ തുച്ഛമാണ്. അപ്പൊ വാസ്തവത്തിൽ ഈ സംസാരത്തെ വെറുക്കുകയാണ് വേണ്ടത്. കാരണം സംസാരത്തെ വെറുക്കാൻ ഇത് ശാശ്വതമല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവിടുന്ന് കിട്ടുന്ന ഒരു വിഭവങ്ങളും ഇവിടുന്ന് കിട്ടുന്ന ഒരായുസ്സും ഇവിടുന്ന് കിട്ടുന്ന ഒരൈശ്വര്യവും സ്ഥിരമല്ല.
അസ്ഥിരമായത് കിട്ടിയിട്ടുണ്ടാ കാര്യം? കിട്ടുന്ന സ്ഥിരമായിട്ട് കിട്ടണം. അത് കിട്ടില്ല എന്ന് ഉറപ്പായി. ഹേ ഭഗവൻ വിഭോ, ഞാൻ അതിന് ദ്രഷ്ടാവാണ്, സാക്ഷിയാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ആരെയൊക്കെ ഉപദ്രവിക്കാനോ ആരുടെയെങ്കിലുമൊക്കെ അപഹരിക്കാനോ മോഷ്ടിക്കാനോ അധാർമികമായ വഴിയിൽ കൂടി എന്തെങ്കിലും ഉണ്ടാക്കാനോ ശ്രമിച്ചാൽ അങ്ങ് അവരെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളത് ഉറപ്പാണെന്നൊരു പാഠം കൂടെ തരികയാണ്. അത് പ്രഹ്ലാദനെ കൊണ്ടാ പറയിച്ചത്. കരുതിയിരുന്നോളൂ, ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ അവര് തിരിച്ചു ചെയ്യണം എന്നില്ല, അവരെ കൊണ്ട് ജയിപ്പിക്കണമെന്നില്ല. ഇപ്പുറത്തെ വിധി എന്ന ഈശ്വരൻ അതിൻ്റെ ഒരു പരിഹാരം നൽകിയിരിക്കും, ഉറപ്പാണ്. ഇതെനിക്കിപ്പോൾ ശരിക്കും ബോധ്യമായിരിക്കുന്നു. പ്രഹ്ലാദൻ പറയാം, ദൃഷ്ടാമയാദിവിഭോഖിലധിഷ്ണ്യവാനം ആയുശ്രിയോ വിഭവൈച്ഛതിയാൻ ജനോയം യസ്മത്പിതുകുപിതഹാസവിജൃംഭിതഭ്രൂ വിസ്ഫൂർജിതേന ലുളിത ഫതുതേ നിരസ്ത. ദൃഷ്ടാമയാദിവിഭോഖിലധിഷ്ണ്യവാനം ആയുശ്രിയോ വിഭവൈച്ഛതിയാൻ ജനോയം യസ്മത്പിതുകുപിതഹാസവിജൃംഭിതഭ്രൂ വിസ്ഫൂർജിതേന ലുളിത ഫതുതേ നിരസ്ത. ദൃഷ്ടാമയാദിവിഭോഖിലധിഷ്ണ്യവാനം ആയുശ്രിയോ വിഭവൈച്ഛതിയാൻ ജനോയം യസ്മത്പിതുകുപിതഹാസവിജൃംഭിതഭ്രൂ വിസ്ഫൂർജിതേന ലുളിത ഫതുതേ നിരസ്ത. തസ്മാദമുംസ്തനുഭൃതാമഹമാശിഷോജ്ഞ ആയുശ്രിയം വിഭവമൈന്ദ്രിയമാവിരിഞ്ച്യാത് നേച്ഛാമി തേ വിലുളിതാനുരുവിക്രമേണ കായാത്മനോപനയ മാം ജഭൃത്യപാർശ്വം. തസ്മാത്, അതുകൊണ്ട്. എന്തുകൊണ്ടാണ് നിപ്പം ഈ ഐശ്വര്യങ്ങളൊന്നും സ്ഥിരമല്ല എന്നുള്ളത് കൊണ്ട്. തസ്മാത് അമോഹു തനുഭൃതാം അഹം. അമോഹു ഇവകൾ, അമോഹു ഇവകൾ. തനുഭൃതാം, ദേഹികൾ, മനുഷ്യനർത്ഥം, ശരീരം ഉള്ളവർ, സ്വീകരിച്ചവർ. തനുഭൃത്ത്, തനു ശരീരം, ശരീരത്തെ ധരിച്ചവർ, സ്വീകരിച്ചവർ. തനുഭൃതാം അഹം ആശിഷ. തസ്മാത് അമോഹു തനുഭൃതാം അഹം ആശിഷ. അതുകൊണ്ട് തനുഭൃതാം, ദേഹികളുടെ, ആശിഷ, ആശംസകൾ. ഞ എന്ന് മാത്രമേ ഉള്ളൂ. ഞഹ എന്ന് വെച്ചാൽ അറിയുന്നവൻ, അജ്ഞഹ അറിയാത്തവൻ മാത്രമേ ഉള്ളൂ. ഞഹ അറിയുന്നവൻ. തസ്മാത് അമും സ്തനുഭൃതാഹം ആശിഷോ. ഞ എന്ന് മാത്രമേ ഉള്ളൂ, അജ്ഞഹ എന്നില്ല. ഞഹ എന്നുവെച്ചാൽ അറിയുന്നവനായ ഞാൻ. ഞഹ അഹം. ആയുഹു ശ്രിയം വിഭവം ഐന്ദ്രിയം ആവിരിഞ്ച്യാത്. ആയുശ്രിയം വിഭവം ഐന്ദ്രിയം ആവിരിഞ്ച്യാത്. വിഭവമൈന്ദ്രിയമാവിരിഞ്ച്യാത്. ആയുസ് അറിയാം, ശ്രീ അറിയാം, വിഭവം അറിയാം. മുകളിൽ വന്നാണ് ഇത് മൂന്നും. ഐന്ദ്രിയം, ഇന്ദ്രിയത്തെ സംബന്ധിക്കുന്ന, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന, ഐന്ദ്രിയം ആവിരിഞ്ച്യാത്, വിരിഞ്ചൻ വരെയുള്ള, വിരിഞ്ചൻ ബ്രഹ്മാവ്, ആവിരിഞ്ച്യാത് ബ്രഹ്മാവ് വരെയുള്ള,
ഐന്ദ്രിയം ആവിരിഞ്ചാത്. ബ്രഹ്മാവ് വരെ ഉള്ളവർക്ക്, ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകല ജീവജാലങ്ങൾക്കും ഇച്ഛാമി നേച്ഛാമി ആഗ്രഹിക്കുന്നില്ല. തേ അങ്ങയുടെ വിലുളിതാൻ നശിപ്പിക്കപ്പെട്ട. ലുളിതം നേരത്തെ വന്ന വാക്കാണ്. വിലുളിതാൻ നശിപ്പിക്കപ്പെട്ട. ഉരുവിക്രമേണ വർദ്ധിച്ച വിക്രമമുള്ള അങ്ങയാൽ. ഉരുവിക്രമേണ ഉരുവിക്രമേണ ലുളിതാൻ തേ ന ഇച്ഛാമി. വർദ്ധിച്ച വിക്രമമുള്ള അങ്ങയാൽ നശിപ്പിക്കപ്പെടുന്ന ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയാൽ നശിപ്പിക്കപ്പെടുന്നതാണ് ആയുസ്സും ശ്രീയും വിഭവവും. അതെങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കാൻ പറ്റുന്ന വിഭവങ്ങള് അത് ആര് വരെയുണ്ട്? ബ്രഹ്മാവ് വരെയുള്ളവർക്കുണ്ട്. ഇത് ആ വിരിഞ്ചാ ബ്രഹ്മാവ് വരെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആയുസ്സും ഐശ്വര്യവും വിഭവങ്ങളും ഒക്കെ അങ്ങയാൽ നശിപ്പിക്കപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നേച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ കാരണം? ഞാൻ അറിയുന്നവനാണ്. അറിയുന്നവനാണ്, അറിവുള്ളവനാണ്. അങ്ങയുടെ ആശംസകൾ പോലും വാസ്തവത്തിൽ എന്താണ്? അങ്ങയുടെ ഒരു പരാക്രമം കൊണ്ട് ഏതു സമയവും നശിപ്പിക്കപ്പെടാം. അങ്ങയുടെ ആശംസകൾ, അങ്ങ് നൽകിയ ആയുസ്, അങ്ങ് നൽകിയ ശ്രീയ്, അങ്ങ് നൽകിയ വിഭവങ്ങൾ ഏത് നിമിഷവും ഇത് അങ്ങേക്ക് പിന്തിരിപ്പിക്കാം, അങ്ങേക്ക് പിൻവലിക്കാം. ഇതൊക്കെ ദൈനംദിനം പോലും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ആയുസ് എന്ന് വെച്ചാൽ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക, കുറഞ്ഞു കുറഞ്ഞു വരിക. ശ്രീയും അങ്ങനെ തന്നെയാണ്. വിഭവങ്ങളോ അതിനേക്കാൾ കഷ്ടം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന എത്ര വിഭവങ്ങൾ ഇല്ലാണ്ടാവുന്നു, നശിപ്പിച്ചു കളയുന്നു. ഉരുവിക്രമനായ അങ്ങയാൽ തേ വിഭവാഹ, ആ വിഭവങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? വിലുളിതാഹ, നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അമോഹു, ഇവകളെ അഹം നേച്ഛാമി, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭൗതികങ്ങളായ ഒരു സമ്പത്തുകളും ഒരൈശ്വര്യവും ആയുസ് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആരും പറയാറില്ല. ആയുസ് പോലും ഇത്ര വേണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്ര കാലം ജീവിച്ചിരിക്കണം എന്ന ഒരാശയും ഇല്ല. ഏത് നിമിഷവും എന്ത് ചെയ്യാം? യമന്റെ പിടിയിലാക്കപ്പെടാം. പൊയ്ക്കോട്ടെ, ഇതിലെനിക്ക് ഭീതിയേ. കാരണം തൊട്ടുമുമ്പ് ഞാൻ കണ്ടു, ഇന്ദ്രിയാദികളായ ദിക്പാലന്മാർ ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്ന സകല ആയുസ്സും സമ്പത്തും ഭൗതിക സംഹിതകളും ഒക്കെ അങ്ങ് എന്റെ പിതാവ് അവരെ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചു വെച്ചതെല്ലാം അങ്ങ് എന്റെ പിതാവിനെ സംഹരിച്ചോടെ ഇതാ പോയില്ലേ. ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ മനുഷ്യരും ഉണ്ടാക്കി കൂട്ടുന്ന എത്ര വിഭവങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ഇന്ദ്രിയങ്ങളുടെ തൃപ്തി ഒറ്റ കാരണമാണ്. ഒന്നീ കണ്ണ്, അല്ലെങ്കിൽ ചെവി, അല്ലെങ്കിൽ മൂക്ക്, അല്ലെങ്കിൽ നാക്ക്. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ജീവിതം മുഴുവൻ ഓടി നടക്കുന്നത്.
കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന വസ്തുക്കൾ ധാരാളം ഉണ്ടാക്കി വെക്കുക. ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്ന ഇമ്പമേറിയ വസ്തുക്കൾ അനേകം ഉണ്ടാക്കി വയ്ക്കുക. നാവിന് രുചി ഉണ്ടാക്കുന്ന സമസ്ത വിഭവങ്ങളും തേടി പിടിച്ച് തപ്പി ഉണ്ടാക്കിയെടുത്ത് അതനുഭവിക്കാം. മൂക്കിനെ ഈ പ്രകൃതിയിലെ ഗന്ധങ്ങളൊന്നും പോരാഞ്ഞിട്ട് നൈസർഗികമല്ലാത്ത കുറെ വാസനകൾ ഡപ്പകളിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അലമാരിക്കകത്ത്. എന്തിനാണ്? ഇടയ്ക്കിടയ്ക്ക് ഇത് അടിച്ച് ഗന്ധമുണ്ടാക്കും. ഇതെല്ലാം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയത്, നശ്വരമാണ്. അപ്പം അതിന് ആശംസകൾ പോലും അങ്ങനെയാണ്. അങ്ങനെ ആശംസകൾ പോലും സ്ഥിരമായി നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയ എനിക്ക് ഉരുവിക്രമനായ അങ്ങയാൽ നശിപ്പിക്കപ്പെടുന്ന ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനിവിടെ എന്തെന്ത് വേറെ ഒന്നുമില്ലല്ലോ. കൽപ്പന്തപ്രളയത്തിലെല്ലാം അങ്ങയിലേക്ക് ലയിക്കല്ലേ. അങ്ങനെയുള്ള ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നിപ്പോ എന്താ വേണ്ടേ? കാലാത്മനോപനയ മാം നിജഭൃത്യപാർശ്വം, അങ്ങയുടെ ഭൃത്യപാർശ്വത്തിലേക്ക് എന്നെ ഒന്ന് എത്തിക്കണം. അത്ര മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഭൃത്യപാർശ്വം മാം ഉപനയ, അങ്ങയുടെ സേവകന്മാരുടെ കൂട്ടത്തിൽ എന്നെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തണേ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. കാലാത്മാവായ കാലസ്വരൂപനായ അങ്ങയാലാണ് ഇതൊക്കെ കാലിന്റെ പേരിൽ നശിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് മാം നിജ ഭൃത്യപാർശ്വം ഉപനയ, എന്നെ അങ്ങയുടെ ഭൃത്യപാർശ്വത്തിലേക്ക് ഉപനയ അടുപ്പിച്ചു നിർത്തുക. ഇത്ര മാത്രമേ ഉള്ള ആവശ്യം. ഭക്തന്മാരുടെ കൂട്ടത്തിൽ എന്നെ കൂടി ഒന്ന് ചേർക്കണമേ എന്ന്. ഇതാ നമുക്ക് ഭഗവാനെ കണ്ടപ്പോൾ പ്രഹ്ലാദനെ ചോദിക്കാനും പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലെ വലിയ ലിഫ്റ്റൊന്നും പ്രഹ്ലാദന കയ്യിലില്ല. ഇതെല്ലാം വായിച്ചിട്ട് ഇതെല്ലാം എനിക്ക് സാധിച്ചേരണേ എന്ന് പറയാനൊന്നുമില്ല. പ്രഹ്ലാദൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ദിക്പാലകന്മാരുടെ അവസ്ഥ ഞാൻ കണ്ടതാണ്. എൻ്റെ പിതാവൊക്കെ എന്ത് ചെയ്തു? ഒറ്റ നോട്ടം കൊണ്ടില്ലാണ്ടാക്കി. ആ പിതാവിനെ അങ്ങില്ലാണ്ടാക്കി. പിന്നെ ഞാൻ എന്താ ഇതൊക്കെ ആഗ്രഹിക്കുന്നത്? അങ്ങയാ നശിപ്പിക്കപ്പെടാത്ത എന്തെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അത് മാത്രം മതി എനിക്ക്. ബാക്കിയൊന്നും എനിക്ക് ആവശ്യമില്ല. കാരണം അതൊക്കെ നശിച്ചു പോകുന്ന. അങ്ങ് തരുന്ന എല്ലാ വരവും എന്ത് ചെയ്യും? നശിച്ചു പോവില്ലേ? പിന്നെ എന്തിന് എനിക്ക് വരം? നേരത്തെ തന്നെ പ്രഹ്ലാദൻ പറയാണ്, അങ്ങ് സന്തോഷിച്ചാൽ വരം തരുമായിരിക്കും. എനിക്കൊരു വരവും, കാരണം അങ്ങ് തരുന്ന വരമൊക്കെ എവിടെയുള്ളതാണ്? ഭൗതിക ലോകത്തിലെ ഐശ്വര്യവും സമ്പത്തും വീരവും യശസ്സും ഒക്കെയാണ്. ഇതൊക്കെ അങ്ങയാൽ തന്നെ നശിപ്പിക്കപ്പെടാൻ യോഗ്യതയുള്ളതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതൊന്നും ആവശ്യപ്പെടില്ല. ആവശ്യപ്പെടുന്നില്ല, എനിക്കൊന്നും വേണ്ടെന്നർത്ഥം. അങ്ങയാൽ നശിപ്പിക്കപ്പെടുന്ന ഒരു സമ്പത്തും വിഭവവും ഐശ്വര്യവും എനിക്ക് വേണ്ട. പിന്നെ എന്താ വേണ്ടേ? ഉപനയമാം, എന്നെ അങ്ങയുടെ അടുത്തേക്ക് അടുപ്പിക്കൂ. ഭൃത്യപാർശ്വം, ഭക്തന്മാരുടെ പാർശ്വത്തിലേക്ക് എന്നെയും കൂടി ഒന്ന് ചേർത്ത് നിർത്തിയാൽ മാത്രം മതി. ഭക്തന്മാരിൽ ഒരാളായി കരുതി എന്നെ അങ്ങയുടെ അടുക്കൽ നിർത്തിക്കൊള്ളൂ. ഇത്ര മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. പ്രഹ്ലാദന്റെ സ്തുതിയിലെ പ്രധാനപ്പെട്ട ഒരു അംശമാണിത്. നമ്മള് ഏതെങ്കിലും ഈശ്വരന്റെ മുമ്പിൽ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അകപ്പെട്ടാൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരൊറ്റ നല്ല വരിയാണ് ഭാഗവതം പറഞ്ഞത്. എന്താണ് പറയേണ്ടത്? ഉപനയമാം നിജ ഭൃത്യപാർശ്വം. ഇത്ര പ്രാർത്ഥിക്കണം. ഹേ ജഗദീശ്വര, അങ്ങയുടെ അടുത്തേക്ക് എന്നെയും കൂടി എത്തിച്ചു നിർത്തിക്കോളൂ. ഇത്ര മാത്രം. ബാക്കി ഒന്നും ആവശ്യപ്പെടേണ്ടതല്ല. ഇതൊന്നും ആവശ്യപ്പെട്ട കിട്ടണമെന്നില്ല. ആവശ്യപ്പെട്ട് കിട്ടിയാലും അതൊക്കെ നശിക്കുകയും ചെയ്യും. എന്തൊക്കെ ആവശ്യങ്ങൾ നമ്മൾ ഇന്ന് പറയും, ഇതൊക്കെ ഒരുപക്ഷെ പറഞ്ഞില്ലെങ്കിലും കിട്ടുകയും ചെയ്യും. പിന്നെന്തിനാണ് അങ്ങയുടെ ഇതൊക്കെ ആവശ്യപ്പെടുന്നത്? കാരണം ഇതൊക്കെ അങ്ങയാൽ നാശം ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം എന്നറിഞ്ഞിരിക്കെ എന്നെ അങ്ങയുടെ ഭൃത്യപാർശ്വത്തിലേക്ക് ചേർത്താൽ മാത്രം മതി. ഇതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തസ്മാദമോസ്തനുഭൃതാമഹമാശിഷോജ്ഞ ആയുശ്രിയം വിഭവമ ഇന്ദ്രിയമാവിരിഞ്ച്യാത് നേച്ഛാമി തേ വിലുളിതാനുവിക്രമേണ കാലാത്മനോപനയമാം
നിജഭൃത്യപാർശ്വം. സാറേ, ആ പ്രഹ്ലാദൻ എന്തിയാ മോഷം ചോദിക്കാഞ്ഞേ? സാമീപ്യം മാത്രം മതിയോ? ഏത്? പ്രഹ്ലാദൻ മോഷം ചോദിച്ചില്ലല്ലോ ഭഗവാനോട്. അത് ചോദിച്ചു കിട്ടേണ്ടതല്ല. ചോദിച്ചു കിട്ടിയാൽ നിസ്സാരമായി പോകുന്നത്. ചോദിച്ചു വാങ്ങിയ പിന്നെ വിലയില്ലല്ലോ. അപ്പൊ എന്താ വേണ്ടതെന്ന് അങ്ങേക്കല്ലേ അറിയൂ. അതിന് അർഹനാണെങ്കിൽ അങ്ങേക്ക് ആക്കാം. അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ചോദിക്കല്ലേ ചെയ്യുക. നമ്മൾ ചോദിക്കും. ചോദിച്ചാൽ അർഹത ഉണ്ടെങ്കിലല്ലേ കിട്ടുകയുള്ളൂ. ഇതാരാ നിശ്ചയിക്കുന്നേ? ഭഗവാൻ. അപ്പൊ അർഹതയുണ്ടെങ്കിൽ അങ്ങ് ചെയ്തോളൂ. എനിക്ക് മോശം വേണമെന്ന് പറയേണ്ട ആവശ്യമില്ല. സാമീപ്യം മാത്രം മതിയല്ലേ? അങ്ങയുടെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ എന്നെ ചേർത്ത് നിർത്തിയാൽ മാത്രം മതി. പിന്നൊക്കെ അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് വന്നത്. മോക്ഷാർഹനാണെങ്കിൽ അങ്ങ് അത് ചെയ്തോളൂ. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങേണ്ടതല്ല. ചോദിച്ചു വാങ്ങിയാൽ നിസ്സാരമായി പോവില്ല. ചോദിക്കാതെ അങ്ങ് ചെയ്യേണ്ടതാണത്. അത് ചെയ്തോളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു വരവും അങ്ങിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ ഭക്തദാസനായി കൂടെ എന്നെ ചേർക്കണമേ എന്ന് മാത്രമുള്ള പ്രാർത്ഥന. എന്തും തരാൻ നരസിംഹമൂർത്തി ഇവിടെ തയ്യാറാണ്. കാലന്മാരുടെയും കാലസ്വരൂപനായ ആ ഭഗവാൻ സകലവും നശിപ്പിക്കുന്നുള്ള ഉറപ്പാണ് അന്തിമ നിമിഷം വരെ. എങ്കിൽ പിന്നെ അതൊക്കെ എന്ത് ഞാൻ ആഗ്രഹിക്കും. തസ്മാദമൂസ്തനുഭൃതാമഹമാശിഷോജ്ഞ ആയുശ്രിയം വിഭവമ ഇന്ദ്രിയമാവിരിഞ്ച്യാത് നേച്ഛാമി തേ വിരുളിതാനുവിക്രമേണ കാലാത്മനോപനയമാം നിജഭൃത്യപാർശ്വം. തസ്മാദമൂസ്തനുഭൃതാമഹമാശിഷോജ്ഞ ആയുശ്രിയം വിഭവമ ഇന്ദ്രിയമാവിരിഞ്ച്യാത് നേച്ഛാമി തേ വിരുളിതാനുവിക്രമേണ കാലാത്മനോപനയമാം നിജഭൃത്യപാർശ്വം. തസ്മാദമൂസ്തനുഭൃതാമഹമാശിഷോജ്ഞ ആയുശ്രിയം വിഭവമ ഇന്ദ്രിയമാവിരിഞ്ച്യാത് നേച്ഛാമി തേ വിരുളിതാനുവിക്രമേണ കാലാത്മനോപനയമാം നിജഭൃത്യപാർശ്വം. പുത്രാശിഷശ്രുതസുഖാമകതൃഷ്ണിരൂപാ വേദം കളേവരമശേഷരുജാം വിരോഹ നിർവിദ്യതേ നതു ജനോ യദപീതി വിദ്വാൻ കാമാനലം മധുലഭൈ ശമയന്തുരാപൈ. കുത്ര ആശിഷ. കുത്ര എവിടെ? ആശിഷ ആശിസ്സുകൾ എവിടെ? കുത്രാശിഷ. കുത്രയുടെ ചോദ്യമാണ്. ആശംസകൾ എവിടെയാണ്? ശ്രുതിസുഖാ മൃഗതൃഷ്ണരൂപ. അത് ചെവിയെ സുഖിപ്പിക്കുന്ന മൃഗതൃഷ്ണി രൂപമാണ്. മൃഗതൃഷ്ണിക നമുക്കറിയാം, മരുമരീചിക. മൃഗതൃഷ്ണിക പോലെ, മരുമരീചിക പോലെയാണ് ശ്രവണേന്ദ്രിയത്തെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ. ശ്രുതിസുഖാഹ മൃഗതൃഷ്ണിരൂപാഹ. കേട്ട് കേട്ട് അനുഭവിക്കുന്ന സുഖങ്ങൾ മരുമരീചിക പോലെ മാത്രമേ ഉള്ളൂ. അത് യഥാർത്ഥമായ ശബ്ദം കേൾക്കുന്നത് വരെ ഇത് നമ്മളെ ആസ്വദിപ്പിക്കുള്ളൂ. മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്ന് കരുതി തുളച്ചു കിടക്കുന്ന റോഡിൽ കൂടി ഓടി അവിടെ ചെല്ലുന്നത് വരെ അത് വെള്ളം തന്നെയാണ്. അത് വെള്ളമാണെന്നുള്ള നമ്മുടെ ആശംസകൾ അപ്പൊ സഫലീകരിക്കുകയും ചെയ്യാം. അവിടെ ചെന്നെത്തി വെള്ളം കുടിക്കാൻ കൈ നീട്ടി വരുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒന്നുമില്ല, ശൂന്യമാണ്. 1 കിലോമീറ്റർ അപ്പുറം പിന്നെ ഇതുപോലെ കാണാം. മൃഗങ്ങൾക്ക് തൃഷ്ണയുണ്ടാക്കുന്നതുകൊണ്ടാണ് അതിന് മൃഗതൃഷ്ണിക എന്ന് പേര്.
മാനുകൾ, മൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ഈ വെള്ളം പോലത്തെ സാധനം കണ്ട് ഓടി ചെല്ലുക. മനുഷ്യൻ ഇങ്ങനെ പോവില്ലെന്നാണ് കവി വിചാരിക്കുന്നത്. മനുഷ്യരും പോകാറുണ്ട്. മനുഷ്യർക്ക് അറിയാം കുറെയൊക്കെ, എങ്കിലും മൃഗപ്രായരായ മനുഷ്യർ മിക്കവാറും അതിന് പുറകെ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് മരുമരീചികയ്ക്ക് മൃഗതൃഷ്ണിക എന്ന് പേര് വന്നത്. മൃഗങ്ങൾക്ക് തൃഷ്ണ, ദാഹം, അതിനെ ഉണ്ടാക്കുന്ന, ഇത് കാണുമ്പോൾ വെള്ളം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവർ ദാഹിച്ച് ഓടിച്ചേരും. അവിടെ ചെല്ലുമ്പോൾ ഇല്ല. ഇതേപോലെയാണ് ഇത്. ശബ്ദത്തിന് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും, ഇത് അഞ്ചിന്റെ ഉപലക്ഷണമായിട്ട് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ശബ്ദം പോലെ തന്നെയാണ് രൂപങ്ങൾ, അതുപോലെയാണ് രസങ്ങൾ, അതുപോലെയാണ് ഗന്ധങ്ങളും സ്പർശനങ്ങളും. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങൾ കൂടി അനുഭവിച്ചറിയുന്ന ഈ സമസ്ത വിഷയങ്ങളും സുഖഹേതുക്കളല്ലേ എന്ന് ചോദിച്ചാൽ അത് മൃഗതൃഷ്ണിക പോലെയുള്ള സുഖം മാത്രമേ ഉള്ളൂ. ശ്രുതിസുഖാഹ മൃഗതൃഷ്ണിരൂപാഹ, ശ്രുതി ആദേഹ സുഖാഹ എന്ന് പറയാം. കേൾക്കൽ മുതലായിരിക്കുന്ന സമസ്ത സുഖങ്ങളും മൃഗതൃഷ്ണിക രൂപാഹ, മൃഗതൃഷ്ണികയുടെ രൂപത്തിൽ ഉള്ളവരാണ്. മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ് നമ്മളെ അത് ആഗ്രഹിപ്പിക്കുകയുള്ളൂ, സുഖിപ്പിക്കുകയുള്ളൂ, അനുഭവിക്കാൻ പറ്റില്ല. വേദം കളേബരം അശേഷരുചാം വിരോഹ. ക്വ ഇദം കളേബരം. ക്വ എവിടെ? കുത്രയ്ക്ക് പകരം പറയുന്ന വാക്കാണ് ക്വ. കുത്ര എവിടെ? ക്വ എവിടെ? നമ്മൾക്ക് നൽകുന്ന ആശംസകളൊക്കെ അങ്ങനെ തന്നെയാണ്. വിജയീ ഭവ എന്ന് ഒരാൾ നമ്മളെ ആശംസിച്ചാൽ അത് വിജയിച്ചോണം എന്നില്ല, മൃഗതൃഷ്ണിക പോലെയുള്ളൂ. അതിന് പറയാ നമ്മളിങ്ങനെ പാഞ്ഞു നടക്കും. ഈ ആശംസ ഉണ്ടല്ലോ നല്ല ആത്മധൈര്യത്തോടെ, പക്ഷെ ആവണം എന്നില്ല. കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വെറുതെ ആയിരുന്നു. ദീർഘസുമംഗലി ഭവ എന്നൊരു ആശംസ പറഞ്ഞാൽ പിറ്റേ ദിവസം ഭർത്താവ് മരിച്ചു പോവാം. കാരണം ഇതൊക്കെ എന്ത് മാത്രമേ ഉള്ളൂ? മൃഗതൃഷ്ണിക പോലെ തൽക്കാലത്തേക്ക് സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഈ ആശംസകളെല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യമായിരുന്ന പ്രഹ്ലാദൻ പറയാം. പുത്രാശിശ്രുതി സുഖ മൃഗതൃഷ്ണി രൂപ. അത് എവിടെ കിടക്കുന്നു ഈ ആശംസകളൊക്കെ? വേദം കളയപരം, ഈ ശരീരം എവിടെ കിടക്കുന്നു? അശേഷ രുചാം വിരോഹം, എല്ലാ രോഗങ്ങളെയും മുളപ്പിക്കുന്നതാണ് ഈ ശരീരം. വിരോഹം എന്ന് വെച്ചാൽ മുളപ്പിക്കുന്ന ഉൽപ്പത്തി സ്ഥാനം. സമസ്ത രോഗങ്ങളും ആരെ ആശ്രയിച്ചാ നിൽക്കുന്നത്? ശരീരത്തെ. ശരീരമില്ലെങ്കിൽ ആരില്ല, രോഗമില്ലല്ലോ. ശരീരമാണ് സമസ്ത രോഗത്തെ. എത്രയാണ്? ആയിരക്കണക്കിന് രോഗങ്ങളാണ്. അവയൊക്കെ ഓരോ ദിവസവും മുളപ്പിച്ച് കൊടുക്കുന്ന ജോലി ആർക്കാണ്? ശരീരത്തിനാണ്. നോക്കൂ, ഈ ശരീരത്തിനാണ് അമിതമായ ആസക്തി ഉണ്ടായിട്ട് അതിങ്ങനെ അലങ്കരിച്ച് കേടുപെടാതെ മനോഹരമായി കൊണ്ടു നടക്കുകയാണ്. എന്തിനാണ്? രോഗങ്ങളെ മുളപ്പിക്കാൻ. അങ്ങനെയുള്ള ഈ ശരീരം എവിടെ കിടക്കുന്നു വെച്ചേ? അശേഷ രുചാം വിരോഹ കളേബരം. വാ, എല്ലാ രോഗങ്ങളെയും മുളപ്പിക്കുന്ന ഈ ശരീരം എവിടെ കിടക്കുന്നു? അപ്പൊ ആശംസകൾ എവിടെ കിടക്കുന്നു? ഈ ശരീരം എവിടെ കിടക്കുന്നു? നിർവിദ്യതേ, നിർവേദം പ്രാപിക്കുന്നു എന്നാണ്. നിർവിദ്യതേ, നിർവേദം പ്രാപിക്കുക, വിരക്തി ഉണ്ടാവുക. നിർവിദ്യതേ, വിരക്തി ഉണ്ടാവുന്നില്ല. തുജനോ, ജനങ്ങളാകട്ടെ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനോട് വിരക്തി ഉണ്ടാകുന്നില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനെ പറയാ പാഞ്ഞു നടക്കല്ലേ? പകൽ അന്തിയോളവും ഈ 5 എണ്ണത്തെ സന്തോഷിപ്പിക്കാനാണ് ഓടി നടക്കുന്ന മുഴുവൻ. ഏതെങ്കിലും തരത്തിൽ ഈ 5 പേരെ ഒന്ന് സന്തോഷിപ്പിച്ചത് ഹാവു സമാധാനമായി എന്നാണ്.
നിർവിദ്യതേ നതു ജനോ യത് അപീതി വിദ്വാൻ. യത് യാതെന്നാണോ, ഏതപി യാതൊന്നാകട്ടെ, ഇതി ഇങ്ങനെ, വിദ്വാൻ വിദ്വാൻ അറിഞ്ഞിട്ട് എന്നർത്ഥം. ഇതൊക്കെ അറിഞ്ഞിട്ടും വിദ്വാനായ ജനങ്ങൾ പോലും ഇന്ന പറയാ പാഞ്ഞു നടക്കുന്നല്ലോ. അതിനകത്ത് ഇതൊക്കെ പഠിച്ചറിയാമായിരുന്നിട്ട് ഇന്ന പറയാ പോവാണ്. 1 മണിക്കൂർ ഇതൊക്കെ പഠിച്ചെടുത്താലും പറയുന്നത് എന്താണ്, അവിടുന്ന് മാറിയാൽ പിന്നെ ഈ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ശ്രമം മുഴുവൻ. അത് വേണ്ടെന്നല്ലേ ഇപ്പൊ പഠിച്ചത്. അതൊക്കെ പഠിക്കും, പക്ഷെ നമുക്ക് ഇതുണ്ടെങ്കിലേ കഴിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിർവിദ്യതേ നതു ജനോ യദപീതി വിദ്വാൻ കാമാനലം മധുലവൈ ശമയൻ ദുരാപൈ. കാമാനലം, കാമമാകുന്ന അഗ്നിയെ, കാമ അനലം, അനലൻ അഗ്നി, കാമാനൽ കാമമാകുന്ന അഗ്നിയെ. കാമം അഗ്നി പോലെയാണ്. അയക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുത്ത് ഒന്ന് കത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പിന്നീട് അത് കത്തിച്ച് 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 എവിടൊക്കെ ഇരിക്കുന്നു അതിനെ മുഴുവൻ കത്തിച്ചിട്ടേ പോകും. ഇതേപോലെയാണ് കാമം. ഒരു ചെറിയ കാമം തുടങ്ങി വെച്ചാൽ അത് വളർന്ന് 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 വലുതായി നമ്മളെ തന്നെ നശിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് അനല തുല്യമായി കാമത്തെ പറയുന്നത്. കാമാനലം മധുലവൈ, ഒരു ലവം തേൻ കൊണ്ട്, ഒരു തുള്ളി തേൻ കൊണ്ട്, മധുലവൈ ഒരു മധുവിന്റെ ഒരു ബിന്ദു കൊണ്ട്, ശമയൻ ശമിപ്പിച്ചുകൊണ്ട്, ദുരാപൈഹി ദുരാപൈഹി പ്രാപിക്കാൻ വിഷമമുള്ള ദുരാപങ്ങളായ ഇത്രയുമൊക്കെ അറിഞ്ഞിട്ട് വിദ്വാൻ പോലും, വിദ്വാൻ യദപി വിദ്വാൻ പോലും മധുലവൈഹി കാമാനലം ശമയൻ ന നിർവിദ്യതി. മധുലവം കൊണ്ട് കാമാനലിനെ ശമിപ്പിച്ച്, ദുരാപമായ കാമാഗ്നിയെ ശമിപ്പിച്ചിട്ട് നിർവേദം പ്രാപിക്കുന്നില്ല. കാമത്തെ നിശേഷം അടക്കി നിർത്തിയെങ്കിൽ മാത്രമേ നിർവേദം പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കാമമാകുന്ന അനലനെ, അഗ്നിയെ എന്തുകൊണ്ടാണ് അതിനെ, ആ അഗ്നിയെ കെടുത്തേണ്ടത്? മധുലവൈ, ഒരു തുള്ളി മതി അതിനെ തൽക്കാലം കെടുത്താൻ. കാരണം എന്താണ്, കത്തി വരുന്നതേ ഉള്ളൂ. കത്താൻ തുടങ്ങുന്ന തീ കെടുത്താൻ ഒരു തുള്ളി വെള്ളം മതി. അതേസമയത്ത് കത്തിക്കാളുന്ന തീ കെടുത്താനോ ഒരു തുള്ളിയൊന്നും പോരാ. കാമം ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ അടക്കി നിർത്താൻ സാധിച്ചാൽ അത് നമ്മെ ആസക്തിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിക്കും. അല്ലെങ്കിൽ വീണ്ടും 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 അത് വളർന്നു 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 വന്ന് ആസക്തി കൂടി അതിനേക്ക് മാത്രമാകും ലക്ഷ്യം വിട്ടു പോകുന്നേ. മധുലവൈഹി ദുരാപൈഹി മധുലവൈഹി, എന്താണ്, ദുർലഭങ്ങളായ ഈ മധുബിന്ദുക്കൾ കൊണ്ട് കാമാഗ്നിയെ ശമിപ്പിക്കുന്നവനായിട്ട് നിർവേദത്തെ പ്രാപിക്കാൻ പറ്റില്ല. അപ്പൊ കാമാഗ്നിയെ ശമിപ്പിച്ചെങ്കിൽ മാത്രമേ നിർവേദം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും വിരക്തി ഉണ്ടാവുകയില്ല. കാമത്തെ നിയന്ത്രിച്ചെങ്കിലേ വിരക്തി ഉണ്ടാവും. കാമത്തെ അടക്കി നിർത്താൻ ശീലിക്കണം. ഇപ്പോഴെനിക്കിത് വേണ്ട എന്ന് വയ്ക്കാൻ എത്ര പേര് എങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ചാലും എനിക്കിത് വേണ്ട, എനിക്കിത് ധാരാളം മതി എന്ന് എപ്പോഴാണോ മനസ്സു ബലിഷ്ഠമായി പറയാൻ പറ്റുന്നത് അവനാണ് ധീരൻ. ശാസ്ത്രം ദുർബലനാണ്.
കാരണം ഇങ്ങനെ വൈവിധ്യമാർന്ന ചിന്തകളെ കൊണ്ട് 5 ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിലേക്ക് എപ്പോഴും ആകർഷണമായിട്ട് കഴിഞ്ഞു പോവുകയുള്ളൂ. അതിന് അതിൽ നിന്ന് ആ തീയിൽ നിന്നും തിരിച്ചു വിളിക്കാൻ ആവില്ല എന്ന്. ഇന്ദ്രിയങ്ങളാകുന്ന ഈ തീയിൽ അകപ്പെട്ടു പോയിട്ട് മുങ്ങി നശിക്കുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് ആദ്യം വേണ്ട നിർവേദം പ്രാപിക്കണം. നിർവേദം പ്രാപിക്കണമെങ്കിൽ കാമത്തെ അടക്കണം. കാമത്തെ അടക്കണമെങ്കിൽ ഈ ശരീരത്തിനോടും അതേപോലെ ശ്രുതിസുഖങ്ങളായ ഇന്ദ്രിയ വിഷയങ്ങളോടും വിമുഖനാവണം. 5 ഇന്ദ്രിയങ്ങളുടെ വിഷയത്തോടും അതേപോലെ രോഗങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായ ഈ ശരീരത്തിനോടും വിരക്തി വരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നിർവേദം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഒരു തുള്ളി കൊണ്ട് തീ കെടുത്താൻ പറ്റുന്നത് പോലെ ഈ കാമാഗ്നിയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയണം. ഇതാണ് മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ഏറ്റവും വലിയ കർത്തവ്യം എന്ന് വ്യാസൻ പ്രഹ്ലാദനിൽ കൂടി നമ്മളെ ഓർപ്പിക്കുകയാണ്. പുത്രാശിഷുഖാമകൃഷ്ണിരൂപാ വേദം കളേപരമശേഷരുജം വിരോഹ നിർവിദ്യേത്തേനതുജനോ യദപീതി വിദ്വാൻ കാമാനലം മധുരവൈ ശമയൻ ദുരാവൈ. പുത്രാശിഷുഖാമകൃഷ്ണിരൂപ വേദം കളേപരമശേഷരുജാം വിരോഹ നിർവിദ്യതേനതുജനോ യദപീതി വിദ്വാൻ കാമാനലം മധുരവൈ ശമയൻ ദുരാവൈ. സാറേ, മധുലവൈ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? മധുലവൈ ഒരു തുള്ളി നമ്മുടെ എന്താണ് മധുരിക്കുന്ന അനുഭവം, ഈശ്വര സാക്ഷാത്കാരത്തിന്റെ അനുഭവങ്ങൾ, അതിനേക്ക് പുറപ്പെടാനുള്ള എന്തെങ്കിലും ഒരു തുള്ളി, അതുകൊണ്ടേ ഇത് നമുക്ക് നശിപ്പിക്കാൻ പറ്റും. ഈ ആഗ്രഹങ്ങളാകുന്ന അഗ്നിയെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അത് പറ്റും. അതുകൊണ്ടാണ് ഭക്തി വേണമെന്ന് പ്രഹ്ലാദൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ ഭക്തി ഒരല്പമെങ്കിലും ഉണ്ടായാൽ വിരക്തി ഉണ്ടാകും. ഭക്തി കൊണ്ടേ വിരക്തി ഉണ്ടാവുള്ളൂ എന്നത് ഭാഗവതത്തിന് സിദ്ധാന്തമാണ്. അപ്പോ ഒരു ലവം ഭക്തി ഉണ്ടായാൽ മതി, ഒരു തുള്ളി ഉണ്ടായാൽ മതി, തന്നെ വിരക്തി ഉണ്ടാക്കി. അതുണ്ടായെങ്കിൽ മാത്രമേ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഭക്തനായിട്ട് ദൂരെ മാറി. നമ്മളിപ്പോ അങ്ങനെയാണ്, ഭക്തന്മാരാണ്, പക്ഷെ നമ്മൾക്ക് വളരെ ദൂരെയാണ്. കാരണം നമ്മള് ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങൾ ആവോളം അനുഭവിക്കുന്നത് തന്നെയാണ്. അത് വിരക്തി നമുക്ക് ഉണ്ടാവുന്നില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഭക്തിയുടെ ഒരു തുള്ളി തേൻ, ഒരു ജലബിന്ദുവെങ്കിലും അവിടെ വർഷിച്ചെങ്കിൽ മാത്രമേ ഈ കാമാഗ്നി കെട്ടിട്ട് വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കാൻ. ഇത് മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുക. പുത്രാശിഷുഖാമകൃഷ്ണിരൂപാ വേദം കളേപരമശേഷരുജം വിരോഹ നിർവിദ്യതേനതുജനോ യദപീതി വിദ്വാൻ കാമാനലം മധുലവൈ ശമയൻ ദുരാവൈ. പുത്രാശിഷുഖാമകൃഷ്ണിരൂപ വേദം കളേപരമശേഷരുജം വിരോഹ നിർവിദ്യതേനതുജനോ യദപീതി വിദ്വാൻ കാമാനലം മധുലവൈ ശമയൻ ദുരാവൈ. ക്വാഹം രജപ്രഭവൈഷ തമോധികസ്മിൻ ജാതഃ സുരേതകുലേ ക്വതവാനുകമ്പ ബ്രഹ്മണോ നതു ഭവസ്യ ന വൈ രമായാ ഏ എന്മർപ്പിത ശിരസി പത്മകര പ്രസാദ. ക്വ അഹം, ഞാനിവിടെ. ക്വാഹം രഘുവംശം പഠിച്ചാണ് ക്വ സൂര്യപ്രഭോ വംശ എന്ന്. ഇവിടെ ക്വാഹം രജപ്രഭവ, രജഫിൽ നിന്നും ഉണ്ടായവനാണ്, രജോ ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ചവനായ ഈ ഞാൻ. രാക്ഷസ വംശത്തിൽ അസുരവംശത്തിൽ പിറന്ന ഈ ഞാൻ രജപ്രഭവ, ഈശ സംബോധനയാണ്. ഹേ ഈശ്വര,
തമോധികേ അസ്മിൻ ജാതഃ. തമോ അധികേ, തമസ് അധികരിച്ചതായ അസ്മിൻ ഇതിൽ ജാതഃ ജനിച്ചു സുരേതരകുലേ. സുരന്മാർ ദേവന്മാർ, സുരേതരന്മാർ അസുരന്മാർ, സുരേതരകുലേ അസുരകുലത്തിൽ. സുരന്മാർ ദേവന്മാർ, സുരേതരന്മാർ അസുരന്മാർ, അവരുടെ കുലത്തിൽ സുരേതരകുലേ. അസുരകുലത്തിൽ എന്താണ് അസുരഗുണത്തിന്റെ വൈശിഷ്ട്യം? അസുരകുലത്തിൽ ജനിക്കുമ്പോൾ രജോ ഗുണമേ ഉള്ളൂ. പക്ഷേ കുറെ കാലം അതിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ തമോ ഗുണം അധികരിച്ചതായി തീരും. അത് ആ ഗുണത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് രജോ ഗുണമായ അസുരവംശത്തിലുണ്ടായവ ആയ ഞാൻ അവിടെ വെച്ച് തമോ ഗുണത്തെ വളരെ വർദ്ധിപ്പിച്ചവനായി ജാതഃ ജനിച്ചിരിക്കുന്നു, ഞാൻ ആയിത്തീർന്നു. ഈ ഞാൻ എവിടെ? രജസിന്റെയും തമസിന്റെയും ഉൽപ്പത്തി സ്ഥാനവും അവയുടെ പ്രയോഗസ്ഥാനവും ചെയ്യുന്നവനായ ഈ ഞാൻ എവിടെ? തവ അനുകമ്പ, തവ അനുകമ്പ ക്വാ, അങ്ങയുടെ കാരുണ്യം എവിടെ? ക്വ തവാനുകമ്പ, ക്വ എവിടെ? തവ അനുകമ്പ, അങ്ങയുടെ അനുകമ്പ, അങ്ങയുടെ കാരുണ്യം അതെവിടെ കിടക്കുന്നു? ഞാൻ എവിടെ ജനിച്ചു? ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അങ്ങയുടെ കാരുണ്യം എവിടെ? തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അസുരകുലത്തിൽ ജനിച്ച ഒരാൾക്ക് ഒരിക്കലും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവില്ലല്ലോ. അതും അസുരകുലത്തിൽ ജനിച്ചെന്ന് മാത്രമല്ല, തമോ ഗുണപ്രധാനമായ കർമ്മങ്ങൾ ചെയ്യുവാൻ നിശ്ചയിക്കപ്പെട്ടവനായ ഈ ഞാൻ എവിടെ? അങ്ങയുടെ അനുകമ്പ എവിടെ? രണ്ട് ധ്രുവങ്ങളാണ്, രണ്ടും തമ്മിൽ എന്തു ബന്ധം? വാഹം രജപ്രഭവൈശതമോധികസ്മിൻ ജാതസുരേതരകുലേ തവ അനുകമ്പ ന ബ്രഹ്മണ നതു ഭവസ്യ ന വൈ രമായാഹ. ബ്രഹ്മണഃ ന, ബ്രഹ്മാവിന് ഇല്ല. നതു ഭവസ്യ, ശിവനുമില്ല. ഭവൻ ശിവൻ, നതു ഭവസ്യ, ശിവനുമില്ല. രമായാഹ, വൈ, രമയ്ക്കും തീർച്ചയായിട്ടുമില്ല. രമായാഹ വൈ, വൈ എന്നുള്ള തീർച്ചയായും. ബ്രഹ്മാവിന്റെയും ശിവന്റെയും ലക്ഷ്മിയുടെയും. ബ്രഹ്മാവിന് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ഭവനായ പരമശിവൻ ലഭിക്കാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. രമായാഹ, ലക്ഷ്മിക്ക് പോലും ലഭിക്കാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടി. എന്താണ്? ശിരസി പത്മകര പ്രസാദ. മേ ശിരസി, എന്റെ ശിരസിൽ, തേ പത്മകര, അങ്ങയുടെ താമര പോലെയുള്ള കയ്യ് എന്റെ ശിരസിലേക്ക്, പത്മകരഹ എന്താ, പ്രസാദ, സന്തോഷിപ്പിച്ചുകൊണ്ട്, പ്രസാദമായി എന്നെ അനുഭവിപ്പിച്ചല്ലോ. ഇവർക്ക് മൂന്നുപേർക്കും കിട്ടാത്തൊരു യോഗ്യതയാണിത്. ബ്രഹ്മാവിന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടില്ല, ശിവന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടില്ല, ലക്ഷ്മി ദേവിയുടെ പോലും ശിരസിൽ കൈവച്ച്. ഈ ശിരസ്, ഈ കൈ ശിരസിൽ വെക്കാനുള്ള യോഗം ലക്ഷ്മിക്കില്ല, ശിവനില്ല, ബ്രഹ്മാവിനില്ല. അതിനെയൊക്കെ ആർക്കാ കിട്ടി? എനിക്കാണല്ലോ കിട്ടിയത്. കാരണം തൊട്ടുമുമ്പ് പറഞ്ഞു, യഥാത്, അങ്ങയുടെ കരം എന്റെ ശിരസിലേക്ക് അർപ്പിച്ചുവല്ലോ. അതൊരു മഹാഭാഗ്യമാണ്. അതെനിക്ക് മാത്രമാണ് കിട്ടിയത്. എൻ മേർപ്പിത ശിരസി പത്മകര പ്രസാദ, താമര പോലെയുള്ള കയ്യ്, പത്മകരം. അത് എന്താ, പ്രസാദ, അത് പ്രസാദമായി എന്ത് ചെയ്തിരിക്കുന്നു? എന്റെ ശിരസിൽ അങ്ങ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ബ്രഹ്മാവിന് കിട്ടാത്തതാണ് ഈ ഭാഗ്യം.
ശിവനും കിട്ടാത്തതാണ് ഈ ഭാഗ്യം, ലക്ഷ്മിക്കും കിട്ടാത്തതാണ് ഭാഗ്യം. അത് മേ ശിരസി അർപ്പിത, അത് എൻ്റെ ശിരസിലേക്ക് അങ്ങ് അർപ്പിക്കപ്പെട്ടുവല്ലോ. തേ ന അർപ്പിത, അവർക്ക് ഇത് ലഭിച്ചിട്ടില്ല. ഈ 3 പേരുടെയും ശിരസിൽ അങ്ങനെ കൈവയ്ക്കാൻ അവർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. അത് എനിക്കുണ്ടായല്ലോ. അങ്ങയുടെ കരസ്പർശം എൻ്റെ ശിരസിൽ ലഭിച്ചു. മറ്റവർക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. എന്മേർപ്പിത ശിരസി പത്മകരപ്രസാദ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് എന്ന് മാത്രമല്ല, ഈ സംസാര സാഗരത്തിൽ നിന്നും വിരക്തി വന്നിട്ട് ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളിലേക്ക് ചേരും എന്നുള്ള ഇപ്പൊ എനിക്ക് ഉറപ്പായി. കാരണം ഞാൻ ഇതിൻ്റെ ഒന്നും പറയാൻ പോകുന്നില്ല. അങ്ങ് തരാൻ പോകുന്ന വരങ്ങളുണ്ടെങ്കിൽ അതിന് പറയുക ഞാൻ പോകുന്നില്ല. എനിക്കും ഇത് ആവശ്യമില്ല. കാരണം ഒക്കെ നശ്വരമാണ്, ഉറപ്പായി. ഇവിടുന്നുള്ള എന്തെങ്കിലും തരുള്ളൂ വരം, അല്ല എന്താ തരുന്നേ? അങ്ങ് തരുന്ന വരം ഈ ലോകത്തിലുള്ള എന്തെങ്കിലുമൊക്കെയാ. ഈ ലോകത്തിലുള്ളതൊക്കെ നശ്വരമാണെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ നശിപ്പിക്കപ്പെടുന്നതെല്ലാം. അത് ചോദിക്കാനുള്ള മന്ദബുദ്ധി എനിക്കില്ല എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അതൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ എന്തിനാ നശിക്കുന്നതൊക്കെ, നശിക്കാത്തല്ലേ വേണ്ടതെന്ന് ചോദിച്ചാലോ അതെ. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല. എനിക്കൊന്നും ആവശ്യമില്ല, നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങയുടെ പാദത്തിലേക്ക് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഭാഗ്യം ബ്രഹ്മാവിനും കിട്ടിയിട്ടില്ല, ശിവനും കിട്ടിയിട്ടില്ല, ലക്ഷ്മി ദേവിക്ക് പോലും കിട്ടിയിട്ടില്ല എന്നാണ്. കാരണം ലക്ഷ്മി ദേവി പേടിച്ച് മാറിയെന്നേ ഉള്ളൂ. അടുത്ത് എന്ന് ആ പരിപാവനമായ നരസിംഹമൂർത്തിയുടെ ശിരസിലേക്കൊന്ന് അർപ്പിക്കാനുള്ള ഭാഗ്യം 3 പേർക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയല്ലോ. എന്റെ ശിരസ് അങ്ങ് കൈവച്ചുവല്ലോ. അത് എന്താണ്? മറ്റവർക്ക് യോഗ്യതയുണ്ട്. ബ്രഹ്മാവ് ഏറ്റവും സത്കുലജാതനാണ്. ഭഗവാന്റെ താമരയിൽ നാഭിമുഖയിൽ ഉണ്ടായവനാണ്. രുദ്രൻ ശിവനാകട്ടെ ഭഗവാന്റെ എന്താണ് നെറ്റിത്തടത്തുണ്ടായവനാണ്. ലക്ഷ്മി ദേവി എപ്പോഴും കൂടിയിരിക്കുന്നവരാണ്, യോഗ്യത ഉള്ളവരാണ്. എനിക്കെന്താ യോഗ്യത? അസുരവംശത്തിലുണ്ടായി ചെയ്ത മുഴുവൻ താമസകർമ്മങ്ങൾ. അങ്ങയുടെ കാരുണ്യമോ അതെവിടെ കിടക്കുന്നു? എന്നിട്ടും അങ്ങ് എന്നോട് കരുണ കാണിച്ച് അങ്ങയുടെ കരം എൻ്റെ ശിരസിലേക്ക് വെച്ചല്ലോ. ഞാൻ എത്ര ഭാഗ്യവാനാണ്! ബ്രഹ്മാവിനേക്കാൾ ഭാഗ്യവാൻ, ശിവനേക്കാൾ ഭാഗ്യവാൻ, ലക്ഷ്മിയേക്കാൾ ഭാഗ്യവാനാണ് ഞാൻ. ഇതെനിക്ക് ഉറപ്പാണ്. എനിക്ക് യോഗ്യതയില്ലാത്തവനാണ്. എന്നിട്ടും എനിക്കൊരു യോഗ്യതയില്ല. ഇതൊന്നും സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അസുരവംശത്തുണ്ടായവരോട് അനുകമ്പ കാണിക്കുന്നതല്ല ഭഗവാൻ, അതെനിക്കറിയാം. അങ്ങനെ അസുരവംശത്തിലുണ്ടായ എന്നോട് അനുകമ്പ കാണിക്കേണ്ടതില്ല. ഉണ്ടായത് മാത്രമല്ല, ആ അസുരവംശത്തിലെ ഭക്ഷണവും അവിടുത്തെ രീതികളും അനുഭവിച്ചു കഴിച്ച് തഴച്ചു വളർന്ന ഞാൻ തമോ ഗുണത്തിലേക്ക് നിരന്തരം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ആ എന്നോട് ഒരു കാരണവശാലും അങ്ങേക്ക് കാരുണ്യം ഉണ്ടാകേണ്ടതല്ല. അങ്ങനെയുള്ള ഞാൻ ഇവിടെ കിടക്കുന്നു, അങ്ങയുടെ കാരുണ്യവും ഇവിടെ കിടക്കുന്നു. ക്വാഹം രജപ്രഭവൈശതമോധികസ്മിൻ ജാതഃസുരേതരകുലേ ക്വതവാനുകമ്പാം ന ബ്രഹ്മണോ നതു ഭവസ്യ ന വൈര്യമായ എന്നേർപ്പിത ശിരസി പത്മകരപ്രസാദ. ക്വാഹം രജപ്രഭവൈശതമോധികസ്മിൻ ജാതഃസുരേതരകുലേ ക്വതവാനുകമ്പാം ന ബ്രഹ്മണോ നതു ഭവസ്യ ന വൈര്യമായ എന്നേർപ്പിത ശിരസി പത്മകരപ്രസാദാം. ക്വാഹം രജപ്രഭവൈശതമോധികസ്മിൻ ജാതഃസുരേതരകുലേ ക്വതവാനുകമ്പാം ന ബ്രഹ്മണോ നതു ഭവസ്യ ന വൈര്യമായ എന്നേർപ്പിത ശിരസി പത്മകരപ്രസാദ. ഭക്തിയുടെ മാഹാത്മ്യമൊക്കെ പറഞ്ഞു വന്നിട്ട് ഞാനതിന് യോഗ്യനാണ്, അധികാരിയാണ് എങ്കിൽ അങ്ങയുടെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ എന്നെ കൂടെ ചേർത്തിട്ട് കാലം തികയുമ്പോൾ മോക്ഷത്തിലേക്ക് എന്നെ എത്തിക്കാൻ അങ്ങേ കഴിയും. ഇത് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ആവശ്യപ്പെട്ടാൽ നിസ്സാരമായിട്ട് പോകും. അതുകൊണ്ട് അങ്ങയുടെ ഈ അനുഗ്രഹമാണ്, ഈ കാരുണ്യമാണ് എനിക്ക് വേണ്ടത്. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ഇത് കിട്ടാനുള്ള യോഗ്യത ഇല്ലാഞ്ഞിട്ടും എനിക്ക് കിട്ടിയില്ലേ, എന്തൊരു ഭാഗ്യം!
അസുരവംശത്തിൽ താമസഗുണ പ്രകൃതിയായിട്ട് ജീവിക്കുന്ന എനിക്ക് ഇതിനൊന്നും അധികാരമില്ല. പക്ഷേ അങ്ങയുടെ അനുകമ്പ അതിൽ കൂടി സാറേ എത്തിയിരിക്കുന്നു. സാറേ, അസുരവംശത്തിൽ ജനിച്ച ഒരാളായിട്ടും ഇതൊന്നും എനിക്ക് വേണ്ട എന്നതിനെയൊക്കെ അങ്ങ് ത്യജിക്കാൻ സാധിക്കുന്നതിന്റെ മോക്ഷത്തിന്റെ ഒരു ഭാവമല്ലേ? അതെ, അതിന് യോഗ്യതയുള്ള ആളാണല്ലോ പ്രഹ്ലാദൻ. അത് പ്രഹ്ലാദൻ സ്വയം പറയാനല്ല ചെയ്യേണ്ടത്. എന്തോ ഞാൻ യോഗ്യനാണെന്ന് പ്രഹ്ലാദൻ സ്വയം പറയുകയല്ല ചെയ്യേണ്ടത്. ആ യോഗ്യത നിശ്ചയിക്കുന്ന ആളാരാണ്? ഭഗവാൻ. നാരദ മഹർഷിയിൽ നിന്ന് ഇതൊക്കെ താൻ ധാരാളം കേട്ട് അസുരവംശത്തിലാണെങ്കിൽ പോലും യോഗ്യത സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഞാൻ യോഗ്യനാണ്, എനിക്ക് മോക്ഷം തന്നുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ചോദിക്കുക. ആർക്കും പറ്റില്ല എന്നാ പറയുന്നത്. നമ്മൾ വിദഗ്ധരായോ നിശ്ചയിക്കുന്ന ആരാണ്? അങ്ങാണ്. പക്ഷെ അങ്ങയുടെ കാരുണ്യം എന്നിലുണ്ടായി എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി. അങ്ങയുടെ കൈകൾ എന്റെ ശിരസിലേക്കൊന്ന് വെച്ചുവല്ലോ. ഈ ഭാഗ്യം മറ്റാർക്കും കിട്ടാത്തൊരു മഹാഭാഗ്യം തന്നെയാണ്. ക്വാഹം രജപ്രഭവൈ ശതമോധികസ്മിൻ ജാതസ്സുരേതരകുലേ കൊതവാനുകമ്പ ബ്രഹ്മണോ നതുഭവസ്യ നവൈരമായ എന്മേർപ്പിതശിരസി പത്മകര പ്രസാദ. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടന്നാൽ തീരില്ല, ഇവിടെ നിർത്താം. ഇതിന് പ്രധാനമായിട്ടുള്ള യശ്വപ്രിയ 17ാമത്തെ ശ്ലോകം തന്നെ ഇതിന്റെ എക്സാമ്പിൾ അല്ലേ? ഏതാ 17? പ്രിയ വിയോഗ സയോഗ ജന്മ, ഇതിന് ഒരു ആൻസർ ആയിട്ട് വരില്ലത്. 17ാമത്തത് പ്രിയ വിയോഗ സയോഗ ജന്മ സൗഭാഗ്യ സകലയോനിഷു ദസ്യമാന. ടീച്ചറെ ടീച്ചറെ പറഞ്ഞു. ഓ പിന്നെന്താ? ഇവിടെ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്തവരൊക്കെ നമ്മുടെ പേര് കൊടുത്തിട്ട് എന്നെയും അവരെ ഫ്രാൻസിസിനെയൊക്കെ വിളിച്ചവരെ അവരുടെ ക്ലാസ് ഞങ്ങളൊക്കെ എടുത്തു കൊടുത്താണ്. അത് ഒരു നല്ലൊരു വേദിയാ ടീച്ചറെ. നന്നായിരിക്കുന്നത്, നല്ല പേരുള്ള ആൾക്കാരുടെ നല്ല വേദിയാ. അതെ, സ്ഥലത്തും എടുത്തു. അതെ. അത് മതി. അവർക്ക് ശ്ലോകം വ്യാഖ്യാനിച്ച ക്ലാസ്സാ വേണ്ടത്. നമ്മൾ ഇവിടെ എടുത്ത പോലെ തന്നെ. ഒന്നും വേണ്ട, നമ്മളിവിടെ പഠിപ്പിക്കുന്ന പോലെ ശ്ലോകം വ്യാഖ്യാനിച്ച് വിളിച്ചാൽ മതി. അത് ടീച്ചറെ എടുത്താൽ മതി. വാട്സപ്പിൽ ഇട്ടാൽ മതി, എളുപ്പമാണ്. അത്രേ വേണ്ടു. 17-18 മിനിറ്റൊക്കെ വാട്സപ്പിൽ പോകുള്ളൂ. അതുകൊണ്ട് അത്രയും മതി. ഓ ഇല്ല, അങ്ങനെയൊന്നുമില്ല ടീച്ചർ. ധൈര്യമാണ്. ടീച്ചറിനെ പറ്റാത്ത ഒരു കാര്യമില്ല. അത് മതി. അതിലേതെങ്കിലും ഇഷ്ടമുള്ള വിഷയം ടീച്ചർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അവര് 3-4 ക്ലാസ് കൊണ്ട് തീർത്തിക്കൊണ്ട് 3-4 ദിവസം അതൊക്കെ മട്ടില് ടീച്ചറിന് ഇഷ്ടമുള്ള ടോപ്പിക് ആയി എടുത്തിട്ട് അവർക്ക് കൊടുത്താൽ മതി. ശനിയാഴ്ച ടീച്ചർ വരാൻ ഹരീഷ് നായരെ വന്നോളൂ. ഉണ്ട് നാരായണൻ, നിങ്ങൾ രണ്ടുപേരും. അതെ. ഓ ആയിക്കോട്ടെ. മതി, അത് കഴിഞ്ഞ് മതി. അത് മതി. അതാ ഏറ്റവും നല്ല. അതിന് കോപ്പി അന്ന് വരുമ്പോ എടുക്കാൻ ടീച്ചർ ഇവിടെ ഉണ്ട്, 10-ാം തീയതി. പിന്നെന്താ, അത് നല്ല. അത് വെച്ച് പഠിക്കണം.
മതി മതി മതി. ഓ ഒരു കുഴപ്പമില്ല. ഓ നല്ല ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരുപാട് 10,000-കണക്കിന് ആളുണ്ട്. അത് ശരി. നമ്മളെല്ലാവരും നമ്പർ എവിടെയെങ്കിലും ഉണ്ട്. എല്ലാവരെ കൊണ്ടും ഒരു ക്ലാസ് എടുപ്പിക്കാൻ. നമ്മുടെ എല്ലാവരുടെയും നമ്പർ എവിടെയെങ്കിലും ഉണ്ട്. എല്ലാവരെ കൊണ്ടും ക്ലാസ് എടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം അതെ ശരി. ഒന്നല്ല. അതെ അതെ അതെ. അതെ. ടീച്ചറിനൊരു സംശയം വന്നു. അതിങ്ങനെ വിളിച്ചോണ്ടിരുന്ന ടീച്ചർ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? അല്ല, ഈ ഇപ്പൊ പറഞ്ഞ ശ്ലോകത്തിന്റെ ഒരു 17-ാമത്തെ ശ്ലോകം. യസ്മാത് പ്രിയ പ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്ന സകല യോനിഷദിഖ്യമാന ദുഃഖോഷം. അതന്നെയാണ്. അതന്നെ അതിന്റെ ആശയം തന്നെ മറ്റു തരത്തിലൂടെ അവതരിപ്പിച്ചതാണ്. ഓക്കെ, താങ്ക് യു സാർ. അത് അന്ന് വിസ്തരിച്ച് പറഞ്ഞായിരുന്നു സാർ അത്. അതെ അതെ അതെ. അതന്നെ ഇപ്പം ഞാൻ എന്ത് ചോദിച്ചാലും അത് ഇവിടെ ഉള്ളത് തന്നെയല്ലേ. അല്ലാത്ത എന്ത് ചോദിക്കാനുണ്ട്? അതെല്ലാം നശ്വരമാണെന്ന് ഇപ്പൊ അങ്ങ് കാണിച്ചെന്നില്ലേ? അതെ. അതൊക്കെ അടക്കി പിടിച്ച ഒരാളെ കൂടി നശിപ്പിച്ചില്ലേ, എന്റെ പിതാവിനെ പോലും. അപ്പൊ എനിക്ക് ഉറപ്പായി എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചോദിക്കില്ല എന്നാണ്. ഭഗവാന്റെ നിശ്ചയം മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെ അതെ അതെ, അത് പറ്റില്ല. ശരി, അപ്പൊ നമുക്ക് ഉപസംഹരിക്കാം അല്ലേ? നാളെ നമുക്ക് ഉപനിഷത്തിന്റെ ക്ലാസ് ഇല്ല എന്നെ ഒന്ന് അറിയിച്ചേക്കാം. ഞാൻ യാത്രയിലാണ്. പെട്ടെന്ന് വന്നൊരു യാത്രയായി പോകേണ്ടി വന്നു. വൈകിട്ടെത്താൻ വൈകുമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് നാളെ നമുക്ക് ഉപനിഷത്തിന്റെ ക്ലാസ് വേണ്ട. ഗ്രൂപ്പിലിട്ടേക്കും. ഞാൻ പറയാം, അവരോട് പറയാനിട്ടേക്കും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം. ശരി സാറേ, നമസ്തേ. സാറ് 10-ാം തീയതി വന്നിട്ട് വേഗം പോരാൻ പറ്റുമോ? ഒന്ന് പങ്കെടുത്തിട്ട് പോരാൻ പറ്റുമോ? അതവരോട് യുക്തം പോലെ ചെയ്യാം. 10-4 വരെ പരിപാടിയുണ്ട്. യുക്തം പോലെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. കൂടെ പിള്ളേരുടെ സൗകര്യം കൂടെ ആയിക്കോട്ടെ, വരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ, പ്രസന്ന കൈമള്. അതെ. സാർ, ആ ടീച്ചർക്ക് കോവിഡ് ആയിപ്പോയി. ആണോ? ടീച്ചർ പുറത്തെങ്ങോട്ട് പോയെന്ന് പറഞ്ഞേ? ബോംബെയിലാ. എന്നോട് പറഞ്ഞു ബോംബെയിലാണോ, ഇനി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റാ. അപ്പം കൃത്യമായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതാ. പക്ഷെ എനിക്കറിയാം, ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കുന്നതാണ്. അത് ശരി. ഭയങ്കര മിടിക്കുക, ഭയങ്കര ഉത്തരവാദിത്വമാ. അതെ അതെ. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ വിളിച്ചു. ഓഹോ, അത് ശരി. അപ്പൊ ഒരു പേടി, ഞാൻ ജയിച്ചോ ജയിച്ചു എന്ന് തന്നെ പറഞ്ഞേക്കോ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു സാറിന് കൂടുതൽ പ്രാധാന്യം ഫുൾ അറ്റൻഡൻസിന്. ആ ടീച്ചർ ഉണ്ടല്ലോ, അപ്പം പിന്നെ സംശയിക്കണ്ടെന്ന് ഒരു ധൈര്യമായിട്ട് ജയിച്ചു എന്ന് തന്നെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. നല്ലൊരു കുട്ടിയാണ്. ശരി, നമസ്കാരം സാർ. ശരി ശരി.